Happy birthday to me. Happy birthday to me. Happy birthday, happy birthday. Happy birthday to me. അങ്ങനെ രാവിലെ എഴുന്നേച്ച് എല്ലാവരും വിളിച്ചു. അപ്പ, അമ്മ, അച്ചു, പിന്നെ മമ്മി, അച്ഛ, ചേച്ചി, ക്രിസ്റ്റിയ ചാച്ചൻ, ലിൻഡൂസ്, ഫ്രണ്ട്സ്. ഒത്തിരി സന്തോഷം. ഒരു സെക്കൻഡിനാണെങ്കിലും നമ്മളെപ്പറ്റി അവർ ചിന്തിക്കുക എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ രാവിലെ എഴുന്നേച്ച് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അങ്ങനെ അത് ഫിക്സാക്കി. അതിനുശേഷം പെയ്യെ എൻ്റെ മോർണിംഗ് ഡീറ്റോക്സ് ഡ്രിങ്ക് ഒക്കെ എടുത്ത് അതൊക്കെ ഇങ്ങനെ സിപ്പ് ചെയ്ത് ആ സൺറൈസൊക്കെ കണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇതേപോലെ ഗ്രൗണ്ടും പിന്നെ ഈ മൗണ്ടൻസൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാമേ. ചുറ്റും ഇതാണ്. നമുക്ക് രാവിലെ സൺ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. നല്ല ആസ്വദിക്കാൻ പറ്റിയ നല്ല നേരിയ തണുപ്പുള്ള ക്ലൈമറ്റും. ഇനി നമുക്ക് ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യണ്ടേ. ഇത് ഈ ജോജോബോ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ കിട്ടുമേ. അപ്പോൾ അതിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന. ഇന്നാണ് ബർത്ത്ഡേ ആണെന്ന്. അമ്മയ്ക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നേ? എന്താ പറ്റി? അമ്മയെ ബർത്ത്ഡേ ആണോ? അമ്മയെ വിഷ് ചെയ്യണോ? അമ്മയെ വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞു. Happy birthday, dear Amma. Happy birthday. Happy birthday to you. സമയം ഇപ്പം 9:30 ആകാൻ പോകുന്നു. ഇന്നത്തെ വെതർ ഇസ് 11-12 ഒക്കെയാണ്. നല്ല വെതറാണ്. അപ്പോൾ അങ്ങനെ നോവയെ പെയ്യെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ദ്വിതിയും കൂടി ഇപ്പം മോസം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന് ഇവിടുന്ന് കുറച്ച് ബീഫ് വാങ്ങിക്കാൻ വേണ്ടി വന്ന ഹലാൽ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ വണ്ടി അവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നടന്ന് നോക്കുക. ഈ മാർക്കറ്റ് തപ്പി നടന്നപ്പോഴാണ് ഈ ഒരു ക്യൂട്ട് സ്റ്റോറ് കണ്ടത്. നമ്മുടെ വീട്ടിലത്തേക്കിന് ആവശ്യമായിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. വാങ്ങിച്ചില്ലെങ്കിലും നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാമല്ലോ. ഞങ്ങൾ ഈ ഒരു ഏരിയയിലെ ആദ്യം വരുവാണ്. അതുകൊണ്ട് വലിയ പിടിയില്ലായിരുന്നു. അവസാനം ചോദിച്ചും പറഞ്ഞു വന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, ഇതാ ആ കാണുന്നതിനകത്താണ് മാർക്കറ്റെന്ന്. അങ്ങനെ ബീഫൊക്കെ വാങ്ങിച്ച് പെയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ആ മാർക്കറ്റ്. നല്ല ഭംഗിയാണ്. ആ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ. ബർത്ത്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഹൈലി ന്യൂട്രീഷ്യസ്, പിന്നെ ലോ ഇൻ കാലറി, പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്ന, അതേപോലെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് ഇരുന്നാണ് സംസാരിക്കുന്നത്. അകത്ത് പോയി കഴിഞ്ഞാൽ ദ്യുതി ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ശബ്ദം വരും എന്ന് വിചാരിച്ച് സമാധാനപരമായി തോട്ട് ഐ വിൽ സിറ്റ് ഹിയർ ആൻഡ് ടോക്ക്. ഇന്ന് രാവിലെ ഐ വാസ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഫ്രം സ്കൂൾ. അപ്പം ഷി വാസ് ജസ്റ്റ് ടെല്ലിങ് മീ, അതിനകത്തൊരു എന്താ പറയുന്ന ഒരു ടേക്ക് അവേ പോലെ ഞാൻ എടുക്കുന്നത് വൺ സിംഗിൾ ലൈൻ ദറ്റ് ഷീ ടോൾഡ് മീ. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിലൊരു കാര്യം ഇങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. നമ്മൾ വണ്ണം വെക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അങ്ങനെ രാവിലെ കിട്ടിയ ആ മോട്ടിവേഷൻ്റെ ഒരു ബേസിസിലാണ് ഇപ്പോൾ ഈ ഒരു സാലഡ് ബൗൾ റെഡിയാക്കിയതും കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂള് ഇപ്പോൾ 3 മണിയാവാം കഴിയും. അന്നേരം അപ്പോൾ ഞാനും ദ്യുതിയും കൂടി ഇപ്പോൾ നോവ വിളിക്കാൻ പോവാം. സമയം ഇപ്പോൾ ഇവിടെ 2:45. നമുക്ക് ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. 15 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യാനൊരു 5 മിനിറ്റ്. അങ്ങനെ സമയം ഇപ്പം 7 മണിയായിരിക്കുകയാണ്. ഫുൾ മൂണാണ്. May 15th എൻ്റെ ബർത്ത്ഡേക്ക്. ഐ എം സോ ഹാപ്പി. എന്ത് ഭംഗിയുണ്ടല്ലേ ആ ഒരു മൂൺ കാണാൻ. പിന്നെ ഇവിടെ പിള്ളേർ കുറേ പേര് ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നു. ലവ്ലി ടു സീ ദം പ്ലേയിങ്. ആൻഡ് അങ്ങനെ ബർത്ത്ഡേ ഡിന്നറിന് പോവാണ്. Happy
പണ്ട് നമ്മൾ ഈ കൂട്ടൊക്കെ ഇട്ടിട്ട് പോവാം. നമ്മൾ ഇന്ന് ബർത്ത്ഡേ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഇൻക എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ് ഇത്. നമുക്ക് അകത്തോട്ട് പോയാലോ? കം, ലെറ്റ്സ് ഗോ. ആക്ച്വലി നമ്മൾ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന മെനു ഒന്നും നമുക്കത്ര വലിയ വശമില്ല. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. നല്ലതാവുകയാണെങ്കിൽ നല്ലതാകും. Okay. This will work. And we also have the lemon lime and jalapeno. Hope you guys enjoy. താങ്ക് യു. Great. Is there anything else I can get you guys? That's ജാപ്പനീസ് റെസ്റ്റോറൻ്റായ ഇൻക റെസ്റ്റോറൻറ്റിലെ ഫേമസ് പോപ്പുലർ ഡിഷാണിത്, ഫ്രൈഡ് എഗ് പ്ലാന്റ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ? ഇത് ആക്ച്വലി നമുക്ക് ടാക്കോസ് പോലെയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം സ്റ്റാർട്ടേഴ്സ് ആണേ. Thank you. Thank you so much. Yes. യൂണിവേഴ്സിന് ഞാനിതാ 3 വിഷ് കൊടുക്കുവാണേ. നടക്കട്ടെ. ഇപ്പം 12 മണിയായിരിക്കുകയാണ് രാത്രിയിൽ. മെയ് 15 വിട പറഞ്ഞു. ഷട്ട് ഡൗൺ ചെയ്യാൻ സമയമായി. ഐ ഹാഡ് എ ഗ്രേറ്റ് ബർത്ത്ഡേ. 34th ബർത്ത്ഡേ നമ്മൾ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യും എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ വി സെലിബ്രേറ്റഡ് ആൻഡ് ഇറ്റ് വാസ് ഇൻഡീഡ് എ ഗുഡ് വൺ. സോ ഐ എം ഗ്രേറ്റ്ഫുൾ, thankful. So yeah, my 34th birthday, my heart is full, my tummy is full and I had a great one. ഇന്നങ്ങനെ സാറ്റർഡേ മോർണിംഗ് നമ്മുടെ ബർത്ത്ഡേയുടെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഞാനൊരു മസാജിന് പോവാം. മസാജ് ഇല്ലാതെ എന്ത് ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് 10:30 അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3 minutes ഉള്ളൂ. ഇപ്പോൾ 10:25 ആയി. നമുക്ക് വേഗം മസാജിന് പോകാം. I'm excited. സോ ഈ ഒരു മസാജിന് ശേഷം നമുക്കിതേപോലെ ഒരു യമ്മി ടീ, ആ ടീയെ വിളിക്കുന്നതാണ് യമ്മി ടീ, ആൻഡ് ഇറ്റ് വാസ് റിയലി യമ്മി. പിന്നെ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സും ഈ ഗ്ലാസും ഒരേ കളറാണല്ലോ. അങ്ങനെ ഐ ജസ്റ്റ് ഹാഡ് എ ഗ്രേറ്റ് മസാജ്. എന്തൊരു സുഖമായിരുന്നു. ഒരു 1.5-2 hours ഒന്നും അറിഞ്ഞില്ല. മാർക്ക് കൊടുക്കുവാണെങ്കിൽ 10ൽ 10. കാര്യം ഇത്രയും നല്ലൊരു മസാജ്, ഫുൾ ബോഡി മസാജ് ആയിരുന്നു. പിന്നെ ഫീറ്റ്, പിന്നെ ഹെഡ് മസാജ്. ലിറ്ററലി സ്പീക്കിംഗ്, ഐ ആം ഇൻ ടോട്ടലി അനദർ വേൾഡ്. ഒരു ലോകത്താണ്. ഐ തിങ്ക് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുമ്പം യു ഫീൽ സോ ഗുഡ് അല്ലേ. നമ്മളൊന്നുകൂടെ റിജുവനേറ്റഡ് ആവും. നമുക്കൊന്നുകൂടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എനർജി ആവും. സോ അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയും നല്ലൊരു മസാജ് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഈവൻ തായ്ലൻഡിൽ പോയപ്പോൾ പോലും. ഇതൊരു തായ് മസാജ് സെൻ്ററാണ്.
അതിൻ്റെ ഒരു ആംബിയൻസ്. മെസ്സി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി എനിക്ക് ചെയ്തു തന്ന, അയ്യോ എൻ്റെ അമ്മേ, ആ ഹെഡ് മസാജ്, ഫുഡ് മസാജ്. എനിക്ക് ആക്ച്വലി ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നേ കൈയുടെ ഈ ഒരു ഭാഗത്ത്. ദ്യുതി എടുത്തിട്ടാണോ അതോ ജിമ്മിൽ പോകുന്നതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, ഇവിടെ വേദന. ഇപ്പം ആക്ച്വലി എനിക്കിത് ഇങ്ങനെയൊക്കെ വെക്കാൻ വേദനയൊക്കെ കുറഞ്ഞു. വേദന കുറഞ്ഞതില്ല, വേദന ഇല്ല ഇപ്പം. ആ ഒരു ഒരു അത്രയും നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്ത്. അയ്യോ, ഐ ഫീൽ സോ ഹാപ്പി. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ശരിക്ക് thoroughly എൻജോയ് ചെയ്തെന്നൊരു ഫീലിംഗ് ഇപ്പോഴാണ് ശരിക്ക് വന്നത്. അങ്ങനെ ഇതോടുകൂടി എൻ്റെ 34th ബർത്ത്ഡേ ഞാൻ ശരിക്കും ആസ്വദിച്ചു. ഐ എം ഹാപ്പി. ലുക്കിംഗ് ഫോർവേഡ് ടു മൈ 34th ഇയർ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ. സോ അങ്ങനെ ഇതും അടുത്ത വർഷം നോക്കുമ്പോൾ 34th ബർത്ത്ഡേ എങ്ങനെ ആഘോഷിച്ചത് നോക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണാമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെ ആഘോഷിച്ചതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, എല്ലാവരുടെയും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഒക്കെ കഴിച്ചു. ഇതെല്ലാം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് 34th ബർത്ത്ഡേയുടെ തൊട്ട് തലേന്ന് ഞാൻ ഈ എൻ്റെ 33rd ബർത്ത്ഡേയുടെ വ്ളോഗ് ഇരുന്ന് കണ്ടു. അപ്പം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഐ അണ്ടർസ്റ്റുഡ് ഞാൻ എങ്ങനെയായിരുന്നത്, എന്തുമായിരുന്നു. അപ്പ, അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു. ഡാനി ആ സമയത്തില്ലായിരുന്നു, പക്ഷെ ഇത്തവണ ഡാനിയുണ്ട്, മക്കളുണ്ട്, പിള്ളേരുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിക്കുന്നേ ഇല്ല നമ്മൾ ഇത്തവണ ഓസ്ട്രേലിയയിലായിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്നോ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, നമ്മളങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം വളരെ നമുക്കറിയില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് റിയലൈസ്ഡ് ദീസ് 2 years. അല്ല, ഞാനത് മനസ്സിലാക്കി എടുക്കുന്നൊരു കാര്യം അതാ. നമുക്കറിയത്തില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പം ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം എപ്പോഴും ഒരു മാജിക്കാണ്, സർപ്രൈസസ് ആണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മാജിക്. സോ ഐ എം so grateful, so thankful for all what I have received and what I'm receiving and I'm going to receive. For everything I'm grateful and thankful. അപ്പോൾ അങ്ങനെ എൻ്റെ 34th ബർത്ത്ഡേ ഐ എൻജോയ്.